മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ നിന്ന് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളിൽ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തുവന്ന പശ്ചാത്തലത്തിൽ ഇത് ആയുധമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം. രാഹുൽ ഗാന്ധി ആരോപണമുന്നയിച്ച ആലന്ത് മണ്ഡലത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഈ വിഷയം കോൺഗ്രസിന് ഇപ്പോൾ തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക്, സമരപരിപാടികളിലേക്കൊക്കെ കോൺഗ്രസ് കടന്നിട്ടുണ്ട്. അതിനിടയിൽ പുതിയ വിവരങ്ങൾ അത് കോൺഗ്രസിന് എത്രത്തോളം ആയുധമായി മാറുന്നുണ്ട്? ബിജെപിയുടെ പ്രതിരോധം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം കൂടി വന്നതോടുകൂടി ബിജെപി ഇതിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാനാണ് ഒരുങ്ങുന്നത്? വെരി ഗുഡ് മോർണിംഗ് ടി കെ ആൻഡ് ക്രിസ്റ്റീന. ടി കെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയായിരുന്നു രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതൊരു ഹൈഡ്രജൻ ബോംബൊന്നും അല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇന്നലെ പൊട്ടിച്ചത് ഒരു ബോംബ് തന്നെയായിരുന്നു. പിന്നാലെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണവുമായി കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ട്, ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ 2023 തന്നെ ഈ പരാതിയിൽ മേൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു, കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ FIR നമ്പർ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഏതാണ്ട് 6018 വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം 24 വോട്ടുകൾ മാത്രമാണ് നീക്കം ചെയ്തത്. 5000-ലധികം വോട്ടുകൾ ആ അപേക്ഷകൾ തെറ്റാണ് എന്ന് കണ്ടെത്തുകയും ആ അപേക്ഷകൾ പിന്നീട് നിരസിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മറ്റൊരു ആരോപണം, ഈ കർണാടക CID അവർ ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. 18 മാസത്തിനുള്ളിൽ 18 കത്തുകൾ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടായിരുന്നു. കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ തേടിക്കൊണ്ടായിരുന്നു, രേഖകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ കത്തുകൾ നൽകിയിരുന്നത്. എന്നാൽ അതിൽ യാതൊരു മറുപടിയും നൽകാനോ അല്ലെങ്കിൽ അതിൽ ആവശ്യപ്പെട്ട രേഖകൾ നൽകാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ആരോപണം. ഈ ആരോപണത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാടെ തന്നെ തള്ളുകയാണ്. രേഖകൾ, ഒപ്പം തന്നെ ഈ മൊബൈൽ നമ്പറുകൾ, അത് ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഈ കർണാടകയിൽ ഈ വോട്ട് നീക്കം ചെയ്യാൻ അപേക്ഷ നൽകിയ മൊബൈൽ നമ്പറുകൾ പലതും ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള നമ്പറുകളാണ്. അതിൽ ഒരാൾ സൂര്യകാന്ത് എന്നൊരാളെ രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയും സൂര്യകാന്തിന്റെ നമ്പറിലൂടെ മാത്രം ഏതാണ്ട് 12 അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മൊബൈൽ നമ്പറുകൾ, ഈ IP അഡ്രസ്സ്, ഒപ്പം തന്നെ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ ഈ അന്വേഷണം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് അറിയുന്നതിനും മറ്റുമായി പിന്നാലെ തന്നെ ഒരു പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നുവെന്നും അത് കൃത്യമായി ഞങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ മറുപടി നൽകിയത്. ആ മറുപടി തന്നെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് BJP ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തിന് പിന്നാലെ തന്നെ അമിത്ഷായും ഒപ്പം തന്നെ അനുരാഗ് ഠാക്കൂറും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. നിരന്തരമായി കോൺഗ്രസ് പല മണ്ഡലങ്ങളിൽ തോൽക്കുന്നുണ്ട്, ഇതിന്റെ ഒരു നിരാശയിലാണ് രാഹുൽ ഗാന്ധി എന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ അസ്ഥിരത ഇല്ലാതാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നുമായിരുന്നു അമിത്ഷാ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ആ വിഷയത്തിൽ ഈ കൃത്യമായിട്ടുള്ള വിശദീകരണമടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പശ്ചാത്തലത്തിൽ ആ വിശദീകരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് BJP ഇന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കുക. ശരി, രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ പാടെ തള്ളി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു. ഓൺലൈനായി ആർക്കും ഇത്തരത്തിൽ പേര് ഡിലീറ്റ് ചെയ്യാനാവില്ല എന്ന ഒരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ പ്രതിരോധം പാടില്ല, ഇത് കൃത്യമായി അന്വേഷിക്കണം, പ്രതിപക്ഷത്തിന് ഏതെങ്കിലും തരത്തിൽ അവിശ്വാസമുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ്യത നേടിയെടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ച ടിക്കാറാം മീണ, മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് കേരളത്തിലെ, അദ്ദേഹം പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.